ചിന്താധാരകൾ ചില ആളുകൾക്കുണ്ട്. ആരാ പറഞ്ഞേ? നബി തങ്ങൾ ദുആ ചെയ്തപ്പോൾ സ്വഹാബത്ത് ആമീൻ പറഞ്ഞല്ലോ. ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യുമ്പോൾ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ഉറപ്പാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ ഒരു 10 രൂപ നോട്ടുണ്ടെന്ന് വിചാരിക്കാം. ഒരു 10 രൂപ നോട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ നോട്ട് കീറിയിരിക്കാണ്, ഒരല്പം കീറിയിട്ടുണ്ട്. നമ്മൾ ആ കീറിയ നോട്ട് കടയിൽ കൊണ്ട് കൊടുത്ത് 10 രൂപയ്ക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കി വെക്കേ. മേടിക്കുമ്പോൾ പറയും ഈ പൈസ എടുക്കൂലാട്ടോ, വേറെ പൈസ ഇതാന്ന് പറയും. എന്നിട്ട് നിങ്ങളൊരു 200 രൂപയുടെ 10 രൂപ നോട്ടുകൾ, 200 രൂപയുടെ 10 രൂപ നോട്ടുകൾ, അപ്പൊ എത്ര? 20 നോട്ടുകൾ. ഈ 20 നോട്ടുകൾ ഇങ്ങനെ വെച്ച് അതിന്റെ ഇടയിൽ ഒരെണ്ണം കീറിയ, ചെറുതായിട്ടൊരു കീറിയ നോട്ടുണ്ട്. ഈ 20 നോട്ടുകൾ ഒരുമിച്ച് കടയിൽ കൊണ്ട് കൊടുക്കാണ്. ഓനിങ്ങനെ എണ്ണി ഒരുമിച്ച് കീറിയ നോട്ട്. അദ്ദേഹം എന്ത് ചെയ്യും? അത് ചെറിയ പോരായ്മ ഉണ്ടെങ്കിലും ആ ഒരുമിച്ച് അങ്ങ് കയറ്റിവിടും. ഇതുപോലെയാണ് നമ്മൾ ഒറ്റയ്ക്ക് ദ്വാരക്കുമ്പോൾ നമ്മുടെ ഈമാൻ കുറവുണ്ട്, നമുക്ക് തഖ്വ കുറവുണ്ട്, നമ്മൾ തെറ്റ് ചെയ്തവരാണ്. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ നല്ല പ്രവർത്തനം ചെയ്യുന്ന അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അത് കാരണം നമ്മുടെ ദുആ കൂടി സ്വീകരിക്കാൻ അള്ളാഹ് കാരണമാകും. അതുകൊണ്ടാണ് ഒരുമിച്ച്